നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അവസാന നിമിഷത്തിൽ പെനാൽറ്റി ഗോളാക്കി മാറ്റിക്കൊണ്ട് ലാമിനെ യമാൽ FC ബാഴ്സലോണയ്ക്ക് വേണ്ടി സമനില പിടിച്ചു. ന്യൂക്കാസിൽ യുണൈറ്റഡിനെതിരെ യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ പ്രീ ക്വാർട്ടർ ആദ്യപാദ മത്സരം 1-1 സമനിലയിലാണ് ബാഴ്സലോണ പിരിഞ്ഞിരിക്കുന്നത്. ന്യൂക്കാസിലിൻ്റെ മൈതാനത്ത് വെച്ച് നടന്ന മത്സരത്തിൽ അവർക്ക് വേണ്ടി ഗോൾ അടിച്ചത് ബാർനസ് ആയിരുന്നു. അദ്ദേഹമാണ് കളിയിലെ മികച്ച താരത്തിനുള്ള പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം സ്വന്തമാക്കിയത്. അതേസമയം ബാഴ്സലോണ അവസാന നിമിഷത്തിൽ ലഭിച്ച പെനാൽറ്റി യമാലിലൂടെ ഗോളാക്കിക്കൊണ്ടാണ് സമനില പിടിച്ചത്. കളിയെ സംബന്ധിച്ചിടത്തോളം ബാഴ്സയ്ക്ക് അത്ര ഒരു മികവ് കാണിക്കാൻ പറ്റിയ കളിയല്ല. കോച്ച് ഹൻസി ഫ്ലിക്ക് കളിക്ക് ശേഷം പറഞ്ഞത് ഈ പിച്ചിൽ കളിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നാണ്. കളിക്കിടയിൽ പെഡ്രിയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് പറഞ്ഞത് അദ്ദേഹത്തിന് വിശ്രമം കൊടുക്കുക എന്ന ഉദ്ദേശത്തിലാണ് എന്നാണ്. ബെർണാലിന് ചെറിയ പരിക്കിൻ്റെ പ്രശ്നങ്ങൾ സംഭവിച്ചു. അതൊക്കെ ബാഴ്സയ്ക്ക് ചെറിയ ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. ഏതായാലും റൊണാൾഡോ അറൗഹോ സ്റ്റാർട്ട് ചെയ്തു. കുബാർസിയും ജെറാർഡ് മാർട്ടിനും അതുപോലെ തന്നെ കൺസെലയുമായിരുന്നു ഡിഫൻസിൽ കൂടെ ഉണ്ടായിരുന്നത്. മുന്നേറ്റങ്ങൾ നയിക്കാൻ ലെവൻഡോസ്കിയും യമാലും റാഫീഞ്ഞയും ലോപ്പസുമൊക്കെ ഒരുമിച്ചായിരുന്നു. എന്നാൽ കളിയുടെ ആദ്യ പകുതിയിൽ പ്രത്യേകിച്ച് ബാഴ്സയ്ക്ക് നീക്കങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അതായത് അവസരങ്ങൾ മുതലെടുക്കാനും കഴിയാതെ പോയപ്പോൾ ഇടവേള സമയത്ത് ഗോൾ രഹിതമായിരുന്നു മത്സരം. രണ്ടാം പകുതിയിലും ഏതാണ്ട് അതുപോലെ നീങ്ങവേ 86-ാമത്തെ മിനിറ്റിലാണ് ബാർനസിലൂടെ ന്യൂക്കാസിൽ യുണൈറ്റഡ് ലീഡ് എടുത്തത്. ബാഴ്സ സെൻറ്റ് ജെയിംസ് പാർക്കിൽ നിന്നും പരാജയത്തോടു കൂടി മടങ്ങുമോ എന്ന് തോന്നിച്ച ഘട്ടത്തിലാണ് ആ ഒരു പെനാൽറ്റി ലഭിക്കുന്നത്. അത് യമാൽ ഗോളാക്കി മാറ്റിയിട്ട് എതിരാളികളോട് ഇങ്ങനെ വായ മൂടി ഇങ്ങനെ ചെവിയൊക്കെ കാണിച്ചിട്ട് മിണ്ടരുത് എന്ന തരത്തിലുള്ള സെലിബ്രേഷനൊക്കെ അവൻ കാണിക്കുന്നുണ്ടായിരുന്നു. ഏതായാലും 1-1 സമനില. ബാഴ്സയ്ക്ക് അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ അവസാന നിമിഷത്തെ ഗോൾ. കാരണം രണ്ടാം പാദം അങ്ങ് ക്യാമ്പ് നൗവിലാണ്. അവിടെ വെച്ച് വിജയിച്ചുകൊണ്ട് ക്വാർട്ടർ ഫൈനലിലേക്ക് പോകാൻ പറ്റുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ ബാഴ്സ ടീമും ആരാധകരുമുള്ളത്. ഈ കളിയെക്കുറിച്ച് ഒരു ഫൺ ഫാക്റ്റ് പറയട്ടെ. അവസാനം ലാമിനെ യമാൽ സ്റ്റാർട്ട് ചെയ്ത കളികളിൽ മിക്കവാറും നമ്മൾ ഒരുപാട് ഡ്രിബ്ലിങ്ങുകളൊക്കെ കാണാറുണ്ട്. എന്നാൽ അവൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒറ്റ ഡ്രിബ്ലിങ് പോലും നടത്താത്ത ഒരു മത്സരമാണിത്. അത് വളരെ കൃത്യമായിട്ട് ഇപ്പോൾ sofascore.com മറ്റുമൊക്കെ ആ കണക്ക് പറയുന്നുണ്ട്. അതായത് ലാമിനെ യമാൽ റെക്കോർഡഡ് ഹിസ് ഫസ്റ്റ് ഗെയിം ആസ് എ സ്റ്റാർട്ടർ വിത്തൗട്ട് അറ്റംപ്റ്റിംഗ് എ സിംഗിൾ ട്രിബിൾ. 135 മത്സരങ്ങളിലാണ് അവൻ ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ആദ്യമായിട്ടാണ് ഒരു ഡ്രിബ്ലിങ് പോലും സക്സസ്ഫുള്ളായിട്ട് ചെയ്യാതെ, സക്സസ്ഫുൾ എന്നല്ല, അറ്റംപ്റ്റ് ചെയ്യാതെ, ഒരു ഡ്രിബ്ലിംഗ് പോലും അറ്റംപ്റ്റ് ചെയ്യാതെ ഒരു മത്സരം അവൻ പൂർത്തിയാക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.